ഇപ്പോൾ നമുക്കൊപ്പം സൈനബ എന്ന് പറയുന്ന നമ്മളുടെ മാനന്തവാടിയിലെ നമ്മളുടെ അതിജീവിത കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം സൈനബ ഉമ്മ. സൈനബ ഉമ്മയുടെ അക്കൗണ്ടിൽ പൈസ വന്നുവോ? വന്നു. ഞങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മിനിസ്റ്റർ നമുക്ക് വാക്ക് തന്നു. എന്നിട്ട് അന്ന് തന്നെ വൈകുന്നേരം എനിക്കൊന്നൊരു 4-5 മണിക്കൂർ കൊണ്ട് തന്നെ മിനിസ്റ്റർ വളരെ വേഗം ആ കാര്യങ്ങളൊക്കെ നീക്കി. പെട്ടെന്ന് പൈസ വന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു ടെൻഷൻ അടിച്ചു. എത്ര രൂപ വന്നു അക്കൗണ്ടിൽ ഉമ്മ? 21,000 രൂപ വന്നു അല്ലേ? മിനിസ്റ്റർ നമ്മളോടൊപ്പം ലൈനിലുണ്ട്. മിനിസ്റ്റർ, താങ്ക് യു മിനിസ്റ്റർ. റിപ്പോർട്ടർ TV അന്ന് നമ്മൾ സംപ്രേഷണം ചെയ്തപ്പോൾ അന്ന് ചർച്ചയ്ക്കിടയിൽ നമ്മുടെ PK ഫിറോസ് ഇങ്ങനൊരു സംശയം ഉന്നയിച്ചപ്പോഴാണ് നമ്മൾ ലൈവായിട്ട് സൈനബ ഉമ്മയെ വിളിക്കുന്നത്. പിറ്റേന്ന് രാവിലെ വന്നു സൈനബ ഉമ്മ ലൈവിൽ വരുന്നു, മിനിസ്റ്ററെ കണക്ട് ചെയ്യുന്നു. വളരെ പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അക്കൗണ്ടിൽ പണം വരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. സൈനബ ഉമ്മയ്ക്ക് അന്ന് തന്നെ റിപ്പോർട്ടറിലൂടെ ചർച്ച കഴിഞ്ഞ് മിനിറ്റുകൾക്കകം ഞാൻ കളക്ടറെയും ഇത് കൈകാര്യം ചെയ്യുന്ന വൈത്തിരി തഹസിൽദാരെയും വിളിച്ചിരുന്നു. അവര് നേരിട്ട് സൈനബ ഉമ്മയെ ബന്ധപ്പെട്ടു. അന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് തന്നെ ട്രഷറിയിൽ പണം മാറ്റി കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ചെക്ക് കൊടുത്തു. ട്രഷറിയിൽ നിന്ന് ഇവരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നത് പിറ്റേ ദിവസമായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അന്ന് തന്നെ ചെക്ക് കൊടുത്ത് ചെയ്തു തീർക്കേണ്ട ചുമതലകൾ പൂർണ്ണമായി തീർത്തു. കൃത്യമായി പറഞ്ഞാൽ 21,200 രൂപ. അതതിന്റെ കണക്കനുസരിച്ച് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് റിപ്പോർട്ടറിലൂടെ വീണ്ടും സൈനബ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം, ഞാൻ അരുൺ അവിടെ സംസാരിച്ച് അവസാനിപ്പിച്ച വാക്കെന്റെ മനസ്സിൽ ഇപ്പോഴും ഓർക്കാണ്. ഞാൻ ഇന്ന് തന്നെ കിട്ടും, പണം കിട്ടും, തർക്കം ഉണ്ടാകില്ല, പേടിക്കേണ്ട ഉമ്മ എന്ന് പറഞ്ഞപ്പോ ഉമ്മയോട് അരുൺ ചോദിച്ചു സന്തോഷമായില്ലേ. അപ്പൊ ഉമ്മ പറഞ്ഞ പ്രത്യേകിച്ചും ജെന്യുവനായിട്ടുള്ള ഒരു മറുപടി ഉണ്ട്, മനുഷ്യനായതുകൊണ്ട് പറയുന്ന ഒരു മറുപടി. ഇപ്പൊ സന്തോഷമായില്ല, അക്കൗണ്ടിൽ പണം കിട്ടുമ്പോ സന്തോഷാവും എന്നാണ് അന്ന് ഉമ്മ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ഉമ്മക്ക് സന്തോഷമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉമ്മ ഇപ്പൊ യഥാർത്ഥത്തിൽ സന്തോഷമായി അല്ലേ? യഥാർത്ഥത്തിൽ സന്തോഷമായി. അങ്ങനെ പലരും പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കിട്ടും കിട്ടും പറഞ്ഞിട്ട് കിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഉണ്ടായത്. ഇതൊക്കെ ഉമ്മ പറയാനുള്ള കാരണം ഇങ്ങനെ പലതും കേട്ടിട്ടുണ്ടെന്ന്. കിലുക്കത്തിൽ ഇന്നസെന്റ് ടിക്കറ്റിൽ ലോട്ടറി അടിച്ചത് പോലെ 4 കുറെ കണ്ടിട്ടുണ്ട്, 6 കുറെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്ന പോലെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകും. ഞങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനെ വിചാരിക്കുന്നതല്ല, കൃത്യമാണ്. അരുണറിയാം, പറഞ്ഞാൽ പറയാവുന്നതേ ഞങ്ങൾ പറയുള്ളൂ, പറഞ്ഞാൽ ക്ലിയർ ആണ്. എന്തായാലും സന്തോഷം. ക്ലിയർ ആകുന്ന ഇപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ താലൂക്കിൽ പോയിട്ടും എവിടെ പോയാലും ഇങ്ങനെ പറയും. ഇവിടെ നമ്മള് മീനങ്ങാടി പഞ്ചായത്തിൽ പോയപ്പോഴും പറഞ്ഞു കിട്ടും, അടുത്ത് കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മള് കിട്ടുന്നില്ല പ്രതീക്ഷയിൽ ഇരുന്നപ്പോ കിട്ടുന്നില്ല. അതുകൊണ്ട് എന്തോ സൈനബ അറിയോ, നമ്മൾ ചാനലിലൂടെ പല ആവശ്യങ്ങളും മിനിസ്റ്ററുടെ മുന്നിൽ, എല്ലാ മിനിസ്റ്റേഴ്സിന്റെ മുന്നിലും വെക്കുമ്പോൾ മിനിസ്റ്റേഴ്സ് നമുക്ക് ഉറപ്പ് നൽകി കഴിഞ്ഞാൽ അത് നടന്നിരിക്കും. കാര്യം അത് പ്രത്യേകിച്ച് രാജമിനിസ്റ്ററുടെ കാര്യത്തിൽ ഞാൻ മിനിസ്റ്റർ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നതല്ല. മിനിസ്റ്റർ നമുക്ക് ഉറപ്പ് നൽകുകയാണ്. ഇപ്പം ചില കാര്യങ്ങളാണ് മിനിസ്റ്റർ പറയും പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ വിളിച്ചു പറയും, അതിന് ചില നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഉമ്മയ്ക്ക് നേരെ മിനിസ്റ്റർ ഉറപ്പ് നൽകിയപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ആ പൈസ ഉടൻ കിട്ടുമെന്ന്. പക്ഷേ ഒരു ദിവസം കൊണ്ട് പണം വരുമെന്ന് ഞങ്ങൾ കരുതിയില്ല. അപ്പോൾ എന്തായാലും വളരെ വേഗം ഇനിയിപ്പം ഉമ്മയ്ക്ക് എങ്ങോട്ട് നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കൃത്യമായിട്ട് അത് വന്നുകൊണ്ടിരിക്കും കേട്ടോ. സന്തോഷമായല്ലോ. അപ്പോൾ സന്തോഷായി വന്നാല് ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്തോ ഉമ്മ എന്തോ പറയാൻ വന്നു മിനിസ്റ്റർ. നന്ദി പറഞ്ഞതിന്റെ കൂടെ തന്നെ നിങ്ങൾക്കും അതുപോലെ നന്ദി. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്കൊക്കെ ഉണ്ടാകട്ടെ. അതുപോലെ എന്നെ പോലെ എല്ലാവർക്കും ഇനിയും പിന്നെ വിഷമങ്ങൾ തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. തീർച്ചയായിട്ടും ഉമ്മ. താങ്ക് യു. ഞങ്ങളൊക്കെ അല്ല, ശരിക്കും നന്ദി പറയേണ്ടത് മിനിസ്റ്റർക്കാണ്. മിനിസ്റ്റർ വളരെ പെട്ടെന്ന് ഉദ്യോഗസ്ഥലത്തിൽ ഇടപെട്ടത് കൊണ്ടാണത് നടന്നത്. ഞങ്ങളത് ശ്രദ്ധയിൽപ്പെടുത്തി എന്നേ ഉള്ളൂ. വീട്ടിൽ വന്ന് പിന്നെ അതൊക്കെ ഒരു ഇതുണ്ടായല്ലോ, അതിനൊക്കെ ഒരു കഴിഞ്ഞു. അതനുസരിച്ച് നിങ്ങൾ അതിന് ചെയ്തല്ലോ. താങ്ക് യു ഉമ്മ. മിനിസ്റ്റർ എന്തോ പറയാൻ വന്നു മിനിസ്റ്റർ? ഞാൻ പറഞ്ഞത് നമുക്കൊരു ചെറിയ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ക്ലറിക്കലായിട്ടുള്ള സംഭവങ്ങളുടെ ഒക്കെ ധാരണയിൽ ചിലപ്പോൾ ഇപ്പൊ ഇതിൽ മീനങ്ങാടിയിലാണ് താമസിച്ചത്. വൈത്തിരിയിലുള്ള താലൂക്ക് ഓഫീസിൽ നിന്ന് ഇത് ക്ലിയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ നമ്മുടെ ക്യാമ്പിൽ നിന്ന് മാറുമ്പോൾ ഉള്ള കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ചില വലിയൊരു ഡിസാസ്റ്റർ അല്ലേ, ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതൊരു കാരണവശാലും സാമാന്യവൽക്കരിക്കുന്ന അനുഭവങ്ങളല്ല. അത്തരം കാര്യങ്ങളിൽ നമ്മള് പിന്നെ താൽക്കാലിക പുനരധിവാസത്തിന് വേണ്ടിയും അവരുടെ പ്രശ്നങ്ങൾ അറിയാൻ നമുക്ക് കളക്ടറേറ്റിൽ അസിസ്റ്റന്റ് കളക്ടർ ലീഡ് ചെയ്യുന്ന ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി നമ്മൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ മുമ്പാകെ
ഏതെങ്കിലും വിധത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ, ഇപ്പോ ഇവര് പറഞ്ഞു പഞ്ചായത്തിൽ പോയി അവിടെ പോയി ഇവിടെ പോയി, അവർക്ക് ചിലപ്പോൾ തീർക്കാൻ പറ്റുന്നതാകില്ല. പക്ഷെ ഉമ്മയുടെ സങ്കടം കാണുമ്പോൾ ഒന്ന് കുഴപ്പമില്ല ശരിയാകും എന്നൊക്കെ പറഞ്ഞു വിടുന്നതായിരിക്കും. ഇത് കൃത്യമായി നമുക്കൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ പരാതി കൊടുത്താൽ ഏറ്റവും ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് തീർക്കാൻ കഴിയും. ആ പോയിന്റിനെ നമ്മുടെ ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കുറെ കൂടി പുനരുജ്ജീവിപ്പിക്കും. ജില്ലാ കളക്ടറും റവന്യൂ ഉദ്യോഗസ്ഥനും ആരുമൊക്കെയായി ഈ വിഷയത്തിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇഷ്യൂസ് പോലും ഇനി ബാക്കിയുണ്ടോ എന്നറിയാൻ ചൊവ്വാഴ്ച വൈകുന്നേരം 4:30 എന്റെ ഓഫീസിൽ ഫിസിക്കലായി തന്നെ ഞങ്ങളൊരു മീറ്റിംഗ് ഒന്നുകൂടി നടത്തുന്നുണ്ട്. അപ്പൊ അതിൽ വളരെ ചെറിയ ഓരോ പേരും എടുത്ത് കിട്ടിയില്ലേ എന്ന് ഞങ്ങൾ അവസാനമായിട്ടൊന്ന് നോക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ വിധത്തിൽ അറിയിക്കുകയും ചെയ്യാം. ഓരോ ഘട്ടത്തിലും നിങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും കുറെ കൂടി ഗുണകരമാണ്. അതൊരു പ്രയാസമായിട്ട് കാണുന്നില്ല, അതൊരു ഗുണമാണ്. കാരണം ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു വാതിലാണല്ലോ മാധ്യമങ്ങൾ. അതുകൊണ്ട് ആ വിധത്തിലും അതൊരു ഗുണമായിരിക്കും. അപ്പോൾ വളരെ സന്തോഷം. താങ്ക് യു മിനിസ്റ്റർ. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.